ഹലോ ഫ്രണ്ട്സ്, നമുക്കിന്നൊരു ഈസി പാൻ കേക്കിൻ്റെ റെസിപ്പി കണ്ടാലോ? അതിനുവേണ്ടി ഞാനിവിടെ 2 റോബസ്റ്റ പഴം എടുത്തിട്ടുണ്ട്, 2 ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്, ഒരു കോഴിമുട്ട എടുത്തിട്ടുണ്ട്. ആദ്യം നമുക്ക് റോബസ്റ്റ പഴവും മുട്ടയും കൂടെ നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം. എന്നിട്ട് അതിനകത്തോട്ട് നമുക്ക് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് ചേർത്തൊന്ന് മിക്സ് ആക്കി കൊടുക്കാം. നമ്മളിതിനകത്തൊരു ഷുഗർ ഒന്നും ആഡ് ചെയ്യുന്നില്ല കേട്ടോ. റോബസ്റ്റ പഴത്തിൻ്റെ മധുരം തന്നെ ഇതിനകത്തോട്ട് മതിയാവും. നല്ല പഴുത്ത റോബസ്റ്റ പഴം എടുത്താൽ മതി, നല്ല മധുരമുള്ളത്, കുഴപ്പമൊന്നുമില്ല. ഞാൻ അതിനകത്തോട്ട് കുറച്ച് ഏലക്ക എസൻസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഏലക്ക പൊടി ചേർത്താൽ മതി, എൻ്റെ അടുത്തുള്ളത് കൊണ്ടാണ് ഞാനത് ചേർത്ത് കൊടുത്തത്. പിന്നെ ഞാൻ ഒരു 1/4 കപ്പ് മൈദ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആദ്യം ഞാൻ കുറച്ച് മൈദയാണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. എല്ലാം കൂടെ ഒന്നിച്ചിട്ടാൽ പിന്നെ മിക്സ് ആക്കാൻ ഭയങ്കര പാടായിരിക്കും. ഞാൻ ആദ്യം കുറച്ചിട്ടിട്ട് ഒരു ഫോർക്ക് വെച്ചിട്ടാണ് ഇതെല്ലാം മിക്സ് ആക്കി എടുക്കുന്നത്. ഇതിപ്പോൾ ഒരു ലൂസ് ബാറ്ററാണ് കേട്ടോ. ഇനി ഇതിപ്പോൾ നമുക്ക് കുറച്ചും കൂടെ കട്ടി വേണം. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള മൈദപ്പൊടിയും കൂടി ഇതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഇതിനകത്ത് ക്യാരറ്റൊക്കെ ആഡ് ചെയ്തിട്ടുള്ളത് കൊണ്ട് ഒരു ഹെൽത്തി പാൻ കേക്കായിട്ട് കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റും. ക്യാരറ്റൊക്കെ കഴിക്കാത്ത കുട്ടികളുണ്ടാവുമല്ലോ. ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും, കുട്ടികൾക്ക് ഇഷ്ടപ്പെടുകയും ചെയ്യും. പിന്നെ മൈദയ്ക്ക് വരാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ ഗോതമ്പ് പൊടി, ആട്ടപ്പൊടിയൊക്കെ ആഡ് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. ബാക്കി ഇരുന്ന മൈദപ്പൊടിയും കൂടെ ആഡ് ചെയ്ത് നമ്മുടെ ബാറ്റർ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നമുക്കിതൊരു ദോശപ്പാനിനകത്ത് ഒഴിച്ച് ചുട്ടെടുക്കാം. ഇത് നമുക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഒരുപാട് പരത്തൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് ലെവൽ ചെയ്ത് കൊടുത്താൽ മാത്രം മതിയാവും. എന്നിട്ട് ഇതിനകത്ത് കുഞ്ഞു കുഞ്ഞു ഹോൾസ് വരാൻ തുടങ്ങുമ്പം നമുക്ക് തിരിച്ചിട്ട് കൊടുത്താൽ മതിയാവും. അല്ലെങ്കിൽ നമുക്കിത് അടച്ച് വെച്ച് വേണമെങ്കിലും വേവിച്ചെടുക്കാം. ജസ്റ്റ് ഒരു ഗ്ലാസിൻ്റെ അടപ്പെടുത്ത് വെച്ചിട്ട് ഇതിൻ്റെ ഹോൾസ് വീഴുമ്പോഴത്തേനും മോൾ ഭാഗം കാണാൻ പറ്റും. എന്താ ഇതുപോലെ കണ്ടോ? അപ്പോഴത്തേനും മോൾ ഭാഗം വെന്തിട്ടുണ്ട്. ഇതൊരുപാട് വേവാനൊന്നുമില്ല കേട്ടോ. ഇത്രേ ഉള്ളൂ, നമ്മുടെ പാൻ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എനിക്ക് ഇത്രയും പൊടി കൊണ്ട് ഒരു 4 പാൻ കേക്ക് ആട്ടോ ഇവിടെ കിട്ടിയിട്ടുള്ളത്, ഈ ഒരു വലിപ്പത്തിൽ. ഇതെല്ലാം നമുക്ക് ചുട്ടെടുക്കാം. വീട്ടിലെല്ലാവർക്കും ഞാനത് ഉണ്ടാക്കിയപ്പോൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം ഒരു വെറൈറ്റി ആണല്ലോ, ക്യാരറ്റും ഒക്കെ കൂടെ വന്നപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ക്യാരറ്റ് ഇങ്ങനെ ഗ്രേറ്റ് ചെയ്ത് തന്നെ ചേർക്കണം കേട്ടോ, പൊടിച്ച് ചേർത്താൽ ലുക്ക് കാണത്തില്ല. അപ്പോൾ എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഈ റെസിപ്പി നിങ്ങൾ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കുക. അടുത്ത നല്ലൊരു റെസിപ്പിയുമായിട്ട് ഇനിയും കാണാം. അപ്പോൾ ബൈ ഫ്രണ്ട്സ്.